വെൽക്കം ബാക്ക് ടു ഡ്രാമ ടു. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രദർ ഹായും കൂട്ടരും മാൻമാൻ്റെ രക്ഷയ്ക്കായി എത്തുന്ന സീനിൽ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നു. നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുവരെയുള്ള മിസ്പ്ലേസ്മെൻറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ എല്ലാ എപ്പിസോഡ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കി. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുമാത്രമല്ല ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? മാസ്റ്റർ മെങ്ങും യുവാനും ടാങ്സയും കൂടി അവരുടെ കൂടെ എത്തുന്നു. മാൻ മാസ്റ്റർ ഇനിന് നേരെ തോക്കു ചൂണ്ടുന്നു. ഇൻഹെങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എയർ ഹൗസിൽ അവൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കാൻ പറയുന്നു. അയാളെ മെങ്ങിൻ്റെ ഗേർഡ്സ് കൊണ്ടുപോകുന്നു. ഒപ്പിയം ട്രേഡിൻ്റെ എവിഡൻസസ് അവിടെ നിന്നും ലഭിക്കുന്നു. ടാങ്സിന് വാൻവാനോടൊപ്പം ജീപ്പിൽ കയറി ഇൻഹെങ്ങിനെ അന്വേഷിച്ച് പോകാനൊരുങ്ങുമ്പോൾ യുവാൻ അവനെ ചുംബിക്കുന്നു. ശേഷം ഇരുവരും യാത്രയാകുന്നു. തീപിടിച്ച വെയർഹൗസിൽ അതിസാഹസികമായി വാൻവാൻ കയറുന്നു. ടാങ്സി തടഞ്ഞെങ്കിലും അവൾ അതനുസരിച്ചില്ല. അകത്ത് കയറി തിരഞ്ഞ് ഇൻഹെങ്ങിനെ കണ്ടുപിടിച്ചപ്പോൾ അവൻ അവളോട് അവിടുന്ന് രക്ഷപ്പെടാൻ പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന തോക്കെടുത്ത് അവൾ അവനെ കെട്ടിയിട്ടിരുന്ന ചങ്ങല പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. മാസ്റ്റർ ഇന്നിന് എതിരെയുള്ള തെളിവുകളടങ്ങിയ ക്യാമറ കാണിച്ച് അതും കൊണ്ട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു. നിനക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കും ഈ നാടിനു വേണ്ടിയാണ് താനിത് ചെയ്തതെന്ന് അവൻ അവളോട് പറയുന്നു. ഈ സമയം ടാങ്സിയും അകത്ത് കിടക്കുന്നു. അവളെ കൊണ്ട് അവനോട് പുറത്തു പോകാൻ ഇൻഹങ് പറഞ്ഞെങ്കിലും അവൾ പോയില്ല. ക്യാമറ എടുത്ത് ടാങ്സിയോട് പോകാൻ പറയുന്നു. അവരെ രക്ഷിക്കാൻ വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ അവൻ ക്യാമറയും കൊണ്ട് പുറത്തുപോയി. വാൻവാനും ഇൻഹെങ്ങും പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചുംബിക്കുമ്പോൾ തീപിടിച്ച ഒരു പലക ദേഹത്ത് പതിച്ച് വാൻവാൻ ബോധരഹിതയാകുന്നു. ഈ സമയം ഇൻഹെങ് ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. ഈ രാത്രിക്ക് ശേഷം നമ്മൾ വിവാഹം കഴിക്കണം എന്ന് വാൻവാൻ പറഞ്ഞിരുന്നു. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്നും പറഞ്ഞ് ആ തീയിനുള്ളിൽ കൂടെ ഇൻഹെങ് അവളെയും എടുത്ത് പുറത്തു വരുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.